അപ്പോൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഫാബ്സ് ഓൺ വീൽസ് നിങ്ങളുടെ മുമ്പിലിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും, കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, എവിടെയാണ് എന്താണ് കാര്യങ്ങളൊക്കെ. ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ കുറേ പേര് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നു. നമ്മുടെ ചാനലുള്ളവർക്ക് തന്നെ അവർക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവും. അല്ലാത്ത ആൾക്കാർക്ക് ശരിക്കും ഫേസ്ബുക്ക് മാത്രമായിരിക്കും ഉണ്ടായിരിക്കും, കൂടുതൽ ഐഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ കഴിഞ്ഞ ഏകദേശം ഒരു വർഷക്കാലം ഇതുപോലെ ഏകദേശം ഒരു 6 months ബാക്കാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതൊരു സെയിൽ വീഡിയോ ആയിരുന്നു ജിപ്സിയുടെ. അതിനുശേഷം ഇങ്ങോട്ട് വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായിരുന്നു കാര്യം, എന്തായിരുന്നു അവസ്ഥ, ഇതൊക്കെയാണ് ഇന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇതൊരു തുടക്കമാവട്ടെ എന്ന് ശരിക്കും ആഗ്രഹിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള യാത്രകളിൽ, മുന്നോട്ടുള്ള നമ്മുടെ ഫ്യൂച്ചർ പ്ലാനുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് സ്വയം ആശംസിക്കുന്നതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് കുറേ കാര്യങ്ങൾ ഈ കഴിഞ്ഞ നീണ്ട 8-9 മാസക്കാലം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ആണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ, നമ്മളുടെ കണ്ടൻറ്റും നമ്മളെ ഇഷ്ടപ്പെടുന്നവർ, നമ്മളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു തുറന്നു പറച്ചിലാണ്. തുറന്നു പറച്ചിൽ മാത്രമല്ല, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ പറയാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ വീഡിയോ ഫുള്ള് നിങ്ങൾക്ക് കാണോ വേണ്ടോ എന്നുള്ളത്. ഒരു കാരണവശാലും നമുക്ക് ഒരു നിർബന്ധമില്ല ഈ വീഡിയോ ഫുള്ള് കാണണം എന്നുള്ളത്. നിങ്ങളുടെ ഇഷ്ടമാണ് കാണോ വേണ്ടോ എന്നുള്ളത്. ഒബിയസ്ലി ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഒരു സാധാരണക്കാരൻ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി മുമ്പോട്ട് പോകുമ്പോൾ അവൻ അനുഭവിക്കേണ്ടി വരുന്ന അവൻ്റെ പ്രശ്നങ്ങൾ, അവൻ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ 1, 2 ഒരു ബിസിനസ്സിനെ എങ്ങനെ തുടങ്ങാൻ വേണ്ടി സമീപിക്കാം, 3 ഇതൊന്നും നടന്നില്ലെങ്കിലും സ്വന്തമായി എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ 3 കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു നേർചിത്രമായിരിക്കും നിങ്ങളോട് ഇന്ന് പറയാം. അപ്പം തന്നെ നിങ്ങൾക്കൊരു സസ്പെൻസ് തോന്നിയിട്ടുണ്ടാവും, അവസാനം പോയി വീഡിയോ കാണാൻ പോകുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ശരിക്കും നിങ്ങളോട്ട് എത്തിക്കുകയാണ് ഈ ഒരു വീഡിയോ വഴി. അപ്പോൾ ഒരിക്കൽ കൂടി ഫാബ്സ് ഓൺ വീൽസിലേക്ക് എല്ലാവർക്കും ഒരു കിടലും വെൽക്കം ഉണ്ട്. അപ്പോൾ 3 ഭാഗങ്ങളായിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് കംപ്ലീറ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. 3 പാർട്ടായിട്ടായിരിക്കും. 3 പാർട്ടെന്ന് വെച്ചാൽ എപ്പിസോഡ് 1, 2, 3 എന്നുള്ള രീതിയിലായിരിക്കില്ല വീഡിയോ പോകുന്നത്. ഈ വീഡിയോയിൽ 3 ഭാഗങ്ങളുണ്ടായിരിക്കും പ്രധാനപ്പെട്ട. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എന്തായിരുന്നു ഇത്ര നാളിലും കാണാതിരുന്നത്, എന്തുകൊണ്ട് വീഡിയോസ് വന്നില്ല? ഒറ്റ ഉത്തരവാണ്, കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് വളരെ അതിതീവ്രമായിട്ട് സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഞാൻ. അതോടൊപ്പം തന്നെ നിങ്ങളിൽ പലർക്കും അറിയാം, അതോടൊപ്പം നമ്മൾ വർക്കുകൾ എടുക്കുന്നുണ്ടായിരുന്നു, വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം മുന്നോട്ട് പോയപ്പോൾ നമ്മൾ വർക്കുകൾ വളരെ കുറച്ചിട്ടാണ് നമ്മൾ, കാരണം നമ്മൾ എന്താ പറയുക, ഒരു ഗ്യാരേജ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഉപജീവന മാർഗ്ഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതൊരു വണ്ടിപ്രാന്തൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും ശരിക്കും സ്വന്തമായിട്ടൊരു ഗ്യാരേജ് നിർമ്മിക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഓൺ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചോളം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 13 വർഷക്കാലത്തോളം ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു, സെയിൽസ് ഫീൽഡിൽ വർക്ക് ചെയ്തു, സാധാരണ ഒരു സാലറിയിൽ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം മുന്നോട്ട് പോയി, കല്യാണം കഴിഞ്ഞു, സ്നേഹിച്ച പെൺകുട്ടി തന്നെ കല്യാണം കഴിക്കേണ്ടി വന്നതല്ല, അങ്ങനെ കല്യാണം കഴിച്ചു. അതിനുശേഷം മുന്നോട്ട് പോയി, ആളുടെ പഠിത്തം കാര്യങ്ങൾ എല്ലാം ആയി നമ്മൾ മുന്നോട്ട് പോയി. എല്ലാം ഈ ഒരു ഒറ്റ ചെലവിൽ തന്നെ, സ്വന്തം ഉപജീവനത്തിൻ്റെ ആ ഒരു വരുമാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതിനിടയ്ക്കൂടെ അത്യാവശ്യം യാത്രകളൊക്കെ ചെയ്യുന്നത്. ബേസിക്കലി ഞാനൊരു ബൈക്കറാണ്, പക്ഷേ അതിനോടൊപ്പം തന്നെ എന്താ പറയുക, വാഹനങ്ങൾ, എല്ലാ വണ്ടികളെയും ഇഷ്ടപ്പെടുന്ന നിങ്ങളെപ്പോലത്തെ ഒരു വണ്ടിപ്രാന്തം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, ചില പ്രശ്നങ്ങൾ ഉത്തരം തേടിയിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതും. അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കുള്ള ഉത്തരങ്ങളായിരുന്നു പലപ്പോഴും എൻ്റെ വീഡിയോസിലൂടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ ശരിക്കും ഗുണമായിട്ടുണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എനിവേ, ഒരുപാട് നിങ്ങളുടെ ഫോളോ അപ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിവേ, അപ്പോൾ കാട് കയറി ഇനി പോകുന്നില്ല. ഫസ്റ്റ് ഈ ഒരു കാര്യം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? അപ്പോൾ ഞാൻ ഒരു ഗ്യാരേജ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു സംരംഭം. ശരിക്കും ഈ കഥ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ പഴയ ദാഷാണി ബിസ്ക്കറ്റിൻ്റെ കഥ, മിഥുനത്തിൽ ദാഷാണി ബിസ്ക്കറ്റിൻ്റെ കഥ പോലെ പറഞ്ഞു പോകേണ്ടി വരും. അത്രയും ചലഞ്ചിങ്ങും അതുപോലെ തന്നെ അത്രത്തോളം തമാശ കലർന്നുമാണ് ശരിക്കും നമ്മുടെ എന്താ പറയുക, ഈ ഒരു ഇവിടെ കേരളത്തിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒബിയസ്ലി ഞങ്ങൾ കൊച്ചിയിൽ സെറ്റിൽഡ് ആയതിനു ശേഷം കൊച്ചിയിൽ തന്നെ തുടങ്ങാനാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ കൊച്ചിയിൽ ഞാൻ നേരിട്ട പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളെല്ലാവരോടും ടൈപ്പിലാണ് ബിസിനസ് നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. കൂടെ തന്നെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഐഡിയാസ് കൊടുക്കുന്നുണ്ടായിരുന്നു, നമ്മൾ വേണ്ട കാര്യങ്ങൾ അവരോടൊപ്പം നമ്മൾ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവായിട്ട് ഈ ഒരു സംരംഭം തുടങ്ങാൻ എത്ര രൂപയാകും എന്ന് നമ്മൾ ആലോചിച്ചു. അതോടൊപ്പം നിങ്ങൾ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്താണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതായിരിക്കും. ഇതാണ് ശരിക്കും എൻ്റെ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു പ്രൂഫ് എന്ന് പറയുന്നത് ഇതാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു. ഇതിനകത്ത് കുറേ ഡേറ്റാസ് ഉണ്ട്. ഈ ഡേറ്റാസ് ഫുള്ളും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിവീൽ ചെയ്ത് തരാം. അതെവിടെ ഇരിക്കട്ടെ, അതിൻ്റെ കാര്യങ്ങളോട്ട് നമുക്ക് പോകാം. അപ്പോൾ
ഈ പറഞ്ഞ പോലെ നമ്മൾ കൊച്ചിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പക്ഷേ അവിടെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് തന്നെ ഒരു 25 to 30 lakhs ഇൻവെസ്റ്റ് ചെയ്തേണ്ടി വരും. അല്ലെങ്കിൽ അത്രത്തോളം തന്നെ പ്രശ്നങ്ങളാണ്. ഇപ്പം നാട്ടിൽ കൊല്ലത്തുള്ള ലാൻഡിൻ്റെ വാല്യൂ അല്ല അവിടെ ഉള്ള ലാൻഡ്. നമ്മൾ ലാൻഡ് വാങ്ങിയിട്ടല്ല, റെൻ്റ് ഔട്ട് ചെയ്തിട്ടാണ് ഈ ബിസിനസ് നമ്മൾ റൺ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരു ഗ്യാരേജ് തുടങ്ങുന്നതിന് തന്നെ അതിന് ലൈസൻസ് വേണം. അതിൻ്റെ എല്ലാത്തിൻ്റെയും ലൈസൻസ് നമുക്ക് ആവശ്യമാണ്. പൊല്യൂഷൻ ലൈസൻസ് ആവശ്യമാണ്. ഗ്യാരേജ് ഇൻ ദ സെൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ അറിയാം നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന കംപ്ലീറ്റ്ലി പ്രൊജക്ട് കാർസ്, 4x4 കാർസ്, അതുപോലെ തന്നെ ഡീറ്റെയിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ട എല്ലാത്തരം എന്താ പറയുക ലൈസൻസും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. എനിവേ അത് കേരളത്തിൽ എവിടെയായാലും ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ നേരിടണം. കൊച്ചിനിലായതുകൊണ്ട് തന്നെ അത്ര ഒരു വലിയ ഹോൾഡൊന്നും നമുക്ക് കൊച്ചിനിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടായി. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് ഇത് അവിടെ നടത്തിക്കൊണ്ട് പോകുക അല്ലെങ്കിൽ തുടങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായി. ഞങ്ങൾ കൊച്ചിനിൽ നോക്കിയിട്ട് ഞങ്ങൾ ചാലക്കുടി വരെയും പോയി സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിവേ അവിടെ അങ്ങനെ ആ ഒരു കാര്യം കൊച്ചിനിലുള്ള എൻ്റെ ഒരു എഫേർട്ട്, എൻ്റെ ഒരു 2 months ഞങ്ങൾ യാത്രകൾ നടത്തി പല സ്ഥലങ്ങളും നമ്മൾ നോക്കിയിട്ടും അവിടെ യാതൊരുവിധ റിസൾട്ടും നമുക്ക് ഉണ്ടായില്ല. കൊച്ചിനിൽ നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് തൃശ്ശൂർ വരെയും പോയി. കാരണം കൊച്ചിനിൽ തുടങ്ങണം എന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒരുപാട് കേരളത്തിൽ പേരുകേട്ട ഗ്യാരേജുകൾ കൊച്ചിനിലുള്ളത് ഉള്ളിൽ ഭാഗങ്ങളാണ് കൊച്ചിനിലുള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും അവിടെ ഈ പറഞ്ഞ പോലെ പാലക്കാട്, തൃശ്ശൂർ കഴിഞ്ഞ് പാലക്കാട് വരെ നമ്മൾ മാക്സിമം നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പാലക്കാട് നോക്കിയെന്ന് വെച്ചാൽ കുറച്ച് ലാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടാവും. അങ്ങനെ നോക്കി ചാലക്കുടി പുഴയുടെ തീരത്ത് വരെ എത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല. ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ പോയ കാര്യങ്ങളൊക്കെ ശരിക്കും ഭയങ്കര കോമഡി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ ചെന്ന് ഇപ്പോൾ ചാലക്കുടി പുഴയുടെ തീരത്താണ്. അവിടെ ചെന്നപ്പോഴാണ് ഫ്ലഡിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. പെട്ടെന്ന് തന്നെ അവിടെ വേണ്ട എന്ന് തീരുമാനിക്കുക. അതുപോലെ തന്നെ മാർക്കറ്റ് പ്ലേസിലും OLXിലും ഒക്കെ തപ്പി പല സ്ഥലങ്ങളും നോക്കി. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു മുൻധാരണ ഉണ്ടായിരുന്നു, ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു ഗ്യാരേജ് ഇങ്ങനെ വേണം എന്നുള്ളത്. അങ്ങനെയുള്ള ധാരണകളൊക്കെ നമ്മൾ OLXിൽ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുക, അത് തിരിച്ചു വരികയും പിന്നെ അവസാനം അവിടെ ചെന്ന് കാണുമ്പോൾ നമുക്കുള്ള ധാരണ മാറ്റിയിട്ട് ഇവിടെയെങ്കിലും തുടങ്ങാം എന്നുള്ള അവസ്ഥയിൽ വരെ നമ്മളെത്തി. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചോളം ശരിക്കും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റി ഒട്ടും വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ദിനരാത്രങ്ങളായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് വർക്കുകൾ നടക്കുന്നുണ്ട്, കസ്റ്റമറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ആ ഒരു കാര്യങ്ങൾ, പിന്നെ നമുക്ക് ഒരു പ്രഷർ എന്തായാലും ഉണ്ടാവും ഒരു വർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ. അങ്ങനെ ആ സമയത്തുള്ള വരുമാനത്തിൻ്റെ ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു. യൂട്യൂബിൽ വീഡിയോ ഇടാൻ പറ്റുന്നില്ല, അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾ കുറേ കാലം കൊണ്ട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഡോഗ് ഉണ്ടായിരുന്നു, അവൻ ഒരു 3 years ആയിട്ട് ബോർഡിങ്ങിലുമായിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് എല്ലാം കൂടെ ആയപ്പോൾ നമുക്ക് ഒട്ടും പറ്റാതായി. അങ്ങനെ അവസാനം മനസ്സിലോടെ എൻ്റെ ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉള്ള ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ പേരെടുത്ത് പറയേണ്ടത് അച്ചാനെ തന്നെ, എൻ്റെ പെയിൻറ്ററാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള ആൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അവസാനം വിചാരിച്ച് നമുക്ക് എങ്ങനെയും ചെറിയ സെറ്റപ്പിലെങ്ങാനും ഒരു സംഭവം നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് ആ മനുഷ്യൻ്റെ ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആക്ച്വലി എൻ്റെ നാട്ടിലോട്ട്, എൻ്റെ നേറ്റീവ് പ്ലേസിലോട്ട് തന്നെ നമ്മുടെ സ്ഥാപനം തുടങ്ങാമെന്ന് പറഞ്ഞ് നോക്കി. അപ്പോൾ സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ രണ്ടാമത്തെ ഒരു ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഞങ്ങൾ പോയി നോക്കിയിട്ട് ഈ വർക്ക്ഷോപ്പ് സെറ്റപ്പ് ആയിട്ടുള്ളതൊക്കെ പോയി നോക്കിയിട്ട് അവിടെ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചപ്പം ശരിക്കും ഏകദേശം ഒരു 5 to 8 lakhs ഒക്കെ വേണം. അപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും നീ ഇതൊന്നും ഇല്ലാതാണോടാ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങാൻ ഇറങ്ങിത്തിരിക്കുന്നതെന്ന് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നാം. എനിവേ അത്രയൊന്നും പൈസ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് റീബിൽഡ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. അത്യാവശ്യം വർക്ക് സ്റ്റാർട്ട് ചെയ്ത് എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷം ബാക്കിയുള്ള കാര്യത്തിലുണ്ട്. അങ്ങനെ പക്ഷേ ഞാനാണ് തുടങ്ങുന്നത് കൊണ്ടും വേറെ പാർട്ട്നേഴ്സൊന്നും വേണ്ട എന്നുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം വൈഫിൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് അംഗീകരിക്കാനും, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും എൻ്റെ വൈഫ് തന്നെയാണ്. ഫാമിലിയും അതുപോലെ തന്നെയാണ്. വൈഫ് കഴിഞ്ഞാൽ പേരൻസാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക, ഞാനപ്പോൾ ആളോട് പറഞ്ഞു പാർട്ട്ണർഷിപ്പിൽ നോക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ തുടങ്ങാമെന്ന് വെച്ചിട്ട് നോക്കിയപ്പോൾ എങ്ങനെയൊക്കെ ബഡ്ജറ്റ് നോക്കിയില്ല ഞാൻ ആ 5 to 6 എന്നൊക്കെ പറഞ്ഞ് നിന്ന ബഡ്ജറ്റിൽ നിന്ന് മാറി ഒരു സ്ഥലവും കിട്ടാനില്ല. നിങ്ങൾക്കറിയാം കേരളത്തിലുടനീളം 2 ആക്കി തിരിച്ചുകൊണ്ടൊരു ഹൈവേ ഇപ്പോൾ പോകുന്നുണ്ട്. ഹൈവേയുടെ പണി നടക്കുന്നു. പല സ്ഥാപനങ്ങൾ ഒഴിയുകയും പല സ്ഥാപനങ്ങൾ ഭാഗികമായിട്ട് നിർത്തിവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു ലാൻഡ് നമുക്ക് കിട്ടിയില്ല. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ലാൻഡ് നമുക്ക് നാട്ടിൽ തന്നെ വളരെ റീസൻ്റായിട്ട് നമുക്ക് നാട്ടിൽ കിട്ടുന്നു. നമ്മളവിടെ പോകുന്നു, പുള്ളി ഞാനവിടെ പോയി കാണുന്നു, ഇപ്പോൾ സംഭവം സെറ്റായി. ഓക്കെ ഫൈൻ, ഇത് ഉറപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോഴൊന്നും കയ്യിൽ കാശില്ല. കയ്യിലുണ്ടായിരുന്ന പൈസയ്ക്ക് നമ്മൾ ജിപ്സി ഒരെണ്ണം വാങ്ങിയിട്ടു. അതിൽ റീസ്റ്റോറേഷൻ അത്യാവശ്യം കുറച്ച് ചെയ്തു. വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പൈസ വന്നു. ആ വണ്ടി ഇപ്പോഴും വിറ്റിട്ടില്ല, എൻ്റെ തന്നെ ഉണ്ട് ആ വണ്ടി. വിചാരിച്ചേക്കാൾ പൈസ കൂടുതൽ വന്നു. എൻ്റെ ക്യാപിറ്റൽ ഉണ്ടായിരുന്ന കുറച്ച് പൈസ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എനിക്ക് അതായിരുന്നു എൻ്റെ ഒരു ബലം. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ ഇത്തിരി എന്തെങ്കിലും ലോൺ എടുക്കാം എന്ന ഒരു ചെറിയ ബഡ്ജറ്റ് തുടങ്ങാം, പരിപാടി സെറ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഈ ഒരു ഷെൽട്ടർ, ഒരു റൂഫ് എന്ന് പറയുന്ന അടിയിൽ ചെയ്യാനായിട്ട് ഒരുപാട് പ്ലാനിങ്ങുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾ എന്നിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ അത്ര റെസ്പോൺസിബിൾ ആണ്. ആക്ച്വലി നിങ്ങളുടെ ഇങ്ങനൊരു സ്ഥാപനം ഫാബ്സ് ഓൺ വീൽസ് മെറ്റൽ വില്ല എന്ന് പറയുന്ന സ്ഥാപനം ഞാൻ തുടങ്ങുമ്പോൾ ഞാൻ അത്രത്തോളം റെസ്പോൺസീവാണ്. റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ എന്നിൽ അർപ്പിക്കും, അത്രത്തോളം റിസൾട്ട് നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കും. എനിക്ക് തരാതിരിക്കാനും പറ്റില്ല.
അപ്പോൾ ഒരു സാധാരണ ഒരാൾ അല്ലാതെ നമ്മളൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾ ഒരു ഗ്യാരേജ് ഓപ്പൺ ചെയ്യുമ്പോൾ അത്രത്തോളം നിങ്ങൾ പ്രതീക്ഷിക്കും. അപ്പോൾ മാർഗ്ഗം എന്താണ്? നമ്മൾ ഗ്യാരേജ് സ്ഥലം കണ്ടുപിടിക്കുന്നു, നമ്മൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ, അതായത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിനിടയ്ക്കുന്ന സ്ട്രെസ് കാരണം ഞാനൊരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോയ കടയിൽ നിന്നും എനിക്കൊരു കോൺടാക്റ്റ് കിട്ടുന്നു. അവിടെ നിന്ന് തന്നെ ഞങ്ങൾ രണ്ടുപേരുടെ പോയി സ്ഥലം കാണുന്നു. നമ്മുടെ അടുത്തൊരു പയ്യനാണ്, ഞാൻ വീഡിയോസിൽ പുള്ളിയുടെ വീഡിയോസൊന്നും എൻ്റെ ഇല്ല, പിന്നീട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ആളെ പോയി കാണുന്നു. ആളുടെ ഫാദറിൻ്റെ ബ്രദറിൻ്റെ ഒരു ലാൻഡ് ഉണ്ടെന്ന് പറയുന്നു. ആക്ച്വലി ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വന്തമായിട്ട് കാർ ആദ്യം എടുത്ത് ഫോട്ടോ അയക്കണമായിരുന്നു. അപ്പോൾ അത് പണ്ട് എടുത്തതാണ്. ഞാനും ബ്രദറും കൂടെ ചേർന്നിട്ട് എടുത്തൊരു വണ്ടിയായിരുന്നു, സെയിലിന് വേണ്ടിയിട്ട് എടുത്ത വണ്ടിയാണ്. പണ്ട് ഞാൻ ഷോറൂമിലൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്ത്. അപ്പോൾ അതിന് ഒരു മെക്കാനിക്കിനെ കാണാൻ പോയി. ആ സ്ഥലം തന്നെയാണ് ഇപ്പോൾ നമ്മളുടെ ഈ ഫാബ്സോൺ വില്ല മെറ്റൽ വില്ലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തത്. അങ്ങനെ അത് ചെന്ന് കണ്ടു. ഒന്നും ആലോചിക്കാതെ തന്നെ വിത്തിൻ ഡേയ്സിനുള്ളിൽ തന്നെ ഒരു 50,000 അഡ്വാൻസ് അങ്ങോട്ട് പിടിപ്പിച്ചു. ഈ 50,000 അഡ്വാൻസ് പിടിപ്പിച്ചിട്ട് വേറെ എന്താണ്, എങ്ങനെയാണ് ചിലവ്, എങ്ങനെ ഇത് കണ്ടെത്തും എന്നുള്ളത് എനിക്ക് യാതൊരുവിധ പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ പിന്നീടുള്ള രണ്ടാമത്തെ മാർഗ്ഗം എന്ന് വിചാരിച്ചത്, കാരണം എനിക്ക് എന്നെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു. കാരണം എനിക്കൊരു ലോൺ കിട്ടാനുള്ള എലിജിബിലിറ്റി എന്താണ്, എൻ്റെ സാമ്പത്തിക ശേഷി എന്തായിരുന്നു, എനിക്ക് എവിടുന്ന് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും, എനിക്ക് എത്രത്തോളം കടമുണ്ടായിരുന്നു, ഇതെല്ലാം എനിക്ക് എന്നെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, വണ്ടികൾ വാങ്ങി ഇതുവരെ തീർന്നിട്ടില്ല, ആഗ്രഹങ്ങൾ മാറി തീർന്നിട്ടില്ല. അതിനോടൊപ്പം ഒരു ഗ്യാരേജ് ഓപ്പൺ ചെയ്യുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം, നമ്മുടെ ട്രാവലിംഗ് എക്സ്പെൻസ് നോക്കണം, സോൾജറിൻ്റെ വർക്ക് അവിടെ കിടക്കുന്നു. ഇതെല്ലാം കൂടെ ആയപ്പോൾ ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് ഒരു നൈറ്റ് മെയർ ആയി മാറി. അങ്ങനെ പിന്നീട് നമ്മൾ ഈ അഡ്വാൻസ് കൊടുത്തതിന് ശേഷം പിന്നീട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വെച്ചിട്ടാണ് ഞാൻ എന്താ പറയുക, നമ്മളുടെ ഈ ഫയലിനുള്ളിലുള്ള ആ ഒരു സംരംഭത്തിൻ്റെ, ഏതൊരു സംരംഭം തുടങ്ങാനും കേരളത്തിലുള്ള ഒരാൾ ആഗ്രഹിക്കുന്ന ആ ഒരു വഴിയിലൂടെ തന്നെയാണ് ഞാനും കടന്നുപോയത്. പിന്നീടുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ലോൺ എടുക്കുക എന്നുള്ളത്. എങ്ങനെ ലോൺ കിട്ടും? എൻ്റെ പഴയ, അല്ലെങ്കിൽ എൻ്റെ നെയ്ബറിൻ്റെ, ആക്ച്വലി ഒരു നെയ്ബറിൻ്റെ ബ്രദറ് നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്ട് എന്താ പറയുക ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസറിൻ്റെ നെയ്ബറായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ ആക്ച്വലി ഒരു വെൽഡറാണ്. പുള്ളിയോട് ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് പുള്ളി പറഞ്ഞ പോലെ നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, ലോൺ കിട്ടും, നിനക്ക് സഹായിക്കും. ഒരു ഈവനിങ്ങിൽ ഞങ്ങളൊരു മീറ്റപ്പിൽ പുള്ളി ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഷെയർ ചെയ്തു. അങ്ങനെ ഞാനും പുള്ളിയും കൂടെ, ബിനോയ് എന്നാണ് പുള്ളിയുടെ പേര് പറയുന്നതൊന്നും ബുദ്ധിമുട്ടില്ല, ഞാനും പുള്ളിയും കൂടെ ഈ ചേട്ടൻ്റെ, അതായത് ഈ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസറിൻ്റെ സാറിൻ്റെ വീട്ടിൽ പോകുന്നു. വളരെ മാന്യമായ രീതിയിൽ പുള്ളി കാര്യങ്ങൾ സംസാരിക്കുന്നു, എല്ലാം A to Z കാര്യങ്ങൾ പറഞ്ഞിട്ട് 1 by 1 ആയിട്ട് ഒരു ലോൺ, ബിസിനസ് ലോൺ എങ്ങനെ, അല്ല ബിസിനസ് ലോൺ ലൈക്ക് ഒരു സംരംഭക ലോൺ എങ്ങനെ എടുക്കണം എന്ന ആൾ വളരെ ഡീസൻ്റായിട്ട് പറഞ്ഞു തരുന്നു. എങ്ങനെ പോകണം, ഏത് ചാനലിൽ പോകണം എന്നൊക്കെ പറഞ്ഞു തരുന്നു. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ എഴുതിയെടുക്കുന്നു. ഞാൻ പുള്ളിയുടെ നമ്പർ വാങ്ങുന്നു, പുള്ളി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇതും വാങ്ങി മറ്റേ ചേട്ടൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വരുന്നു. അതിനുശേഷം പിന്നീടുണ്ടായതാണ് ഹിസ്റ്ററി. നിങ്ങൾ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം എത്തിയിട്ടുണ്ട്. ഈ ഫയലിനുള്ള എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതമായിരുന്നു. ഫാബ്സോൺ വീൽസ് മെറ്റൽ വില്ല പ്രോജക്റ്റ് റിപ്പോർട്ട്. ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇതിനകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എക്സ്പെൻഡിച്ചറും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, എല്ലാ കാര്യങ്ങളും. അതായത് ഒരു ബിസിനസ് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടു. അതിനുശേഷം നമുക്ക് അവർ ചെയ്തു തന്ന ആ ഒരു ലോണാണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ഈ വരുന്ന 7,16,000 മെഷീനറീസിൻ്റെ കോസ്റ്റ് വരുന്നു. ഇതെല്ലാം ചേർത്തിട്ട് ഏകദേശം ഒരു 9 ലക്ഷം രൂപ, 9,26,000 രൂപ ലോൺ എടുക്കുന്ന രീതിയിൽ, 9,25,000 രൂപ ലോൺ എടുക്കുന്ന രീതിയിൽ നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽസ് ഓഫ് പ്രശ്നം എല്ലാം ഈവൻ ബിഗിനിങ് ബാലൻസ് എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമ്മളൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എന്താ പറയുക, എങ്ങനെ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി എന്നാണ് നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യം. ഞാൻ പോയ മാർഗം ശരിക്കും പറഞ്ഞാൽ ഫോൾട്ട് നമ്പർ 1. ഞാൻ പോയത് എല്ലാ കാര്യത്തിലും കുറച്ച് കുരുട്ടുബുദ്ധി ഉപയോഗിച്ച് ഡയറക്റ്റ് പെട്ടെന്ന് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൊണ്ട് എല്ലാ മലയാളികളും ചെയ്യുന്ന പോലെ തന്നെ ഡയറക്റ്റ് പോയിട്ട് ഒരു ഏജൻറ്റിനെ കാണുന്നു. എന്നോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്ത് ശാന്തി കണ്ണൻ, എൻ്റെ ഫ്രണ്ടാണ്, മെക്കാനിക്കാണ്, എൻ്റെ മെക്കാനിക്കൽ വർക്കൊക്കെ ആളാണ് ചെയ്യുന്നത്. ആളും ഞാനിവിടെ ചേർന്നിട്ട് എനിക്കൊരു ഏജൻറ്റിനെ സജസ്റ്റ് ചെയ്യുന്നു. ഞങ്ങൾ പുള്ളിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ മിങ്കിൾ ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ ഡേറ്റാസ് കൊടുക്കുന്നു. ഇതെല്ലാം വെച്ചിട്ട് പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മളതിൻ്റെ കൊട്ടേഷൻ വാങ്ങുന്നു. ഇതെല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടന്നു. പ്രോജക്റ്റ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഓൾമോസ്റ്റ് 8,000 രൂപ പുള്ളി പറഞ്ഞു പ്രോജക്റ്റ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. 8,000 രൂപ ആൾക്ക് കൊടുത്തു. വളരെ പ്രായമുള്ളൊരു മനുഷ്യനായിരുന്നു. കൊടുക്കുമ്പോഴും ഞാൻ പോയി കാണുമ്പോഴൊക്കെ ഇത് നടക്കും എന്നുള്ളൊരു പ്രതീക്ഷ എൻ്റെ ഉള്ളിൽ, വളരെ ഇതായിട്ട് നടക്കും എന്നൊരു പ്രതീക്ഷ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉയർന്നു വന്നു. അങ്ങനെ ഈ ഒരു സംഭവം പ്രോജക്റ്റ് റിപ്പോർട്ട് ആയതിനു ശേഷം നമ്മൾ പിന്നീട് ഉദ്യമാധാർ എടുക്കണം, അതോടൊപ്പം തന്നെ KSWIFT എടുക്കണം. ഇതൊക്കെ ഒരു ബിസിനസ് സംരംഭകൻ ആകണം അല്ലെങ്കിൽ തുടങ്ങണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പോയ മാർഗ്ഗങ്ങളിലൂടെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം എല്ലാ കാര്യങ്ങളും ഉദ്യമാധാർ എടുത്തു, KSWIFT എടുത്തു. ഓരോ വട്ടവും ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോൾ പുള്ളിക്ക് നമ്മൾ ഫണ്ട് അയച്ചു കൊടുക്കണം. ഇതെല്ലാം സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഡയറക്റ്റ് സാറിനെ വിളിക്കുന്നു. സാർ ഇങ്ങനെല്ലാം ആയിട്ടുണ്ട്, എനിക്കിതെല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഓരോന്നിനും ഓരോ കോസ്റ്റാണ്. ആ കോസ്റ്റ് വന്നിട്ട് പറയുമ്പോഴത്തെ 8,000 രൂപയ്ക്കകത്ത് നമുക്ക് ഉദ്യമാധാറും KSWIFT ഒക്കെ
ഈ ഏജൻറ്റ് നമുക്ക് എടുത്തു തരുമായിരുന്നു. അപ്പോൾ അത് പറഞ്ഞതുപോലെ തന്നെ ആൾ ചെയ്തു, ആളുടെ ഭാഗത്തു നിന്നെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തു തന്നു. അപ്പോൾ ഞാനിത് നമ്മളുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസറിനെ ഞാൻ വാട്സപ്പിൽ ത്രൂ സംഭവങ്ങൾ അയക്കുന്നത്. അപ്പോൾ ആൾ ആദ്യം ചോദിച്ച കാര്യം, എന്തിനാണ് രാഹുൽ ഒരു ഏജൻറ്റ് ത്രൂ നിങ്ങളിത് ചെയ്തത്? നിങ്ങൾക്കിത് സ്വന്തമായിട്ട് ചെയ്യാവുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള നിയർ ബൈ ആയിട്ടുള്ള ഓഫീസിൽ, അതായത് നമുക്ക് ലോണുകൾക്ക് വേണ്ടിയിട്ടുള്ള സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ 2 സ്കീമുകൾ നമുക്ക് വരുന്നുണ്ട്. മുദ്രാ ലോണും വരുന്നുണ്ട്, അതുപോലെ തന്നെ MB വേറൊരു സ്കീമും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു സ്കീം 2 സ്കീമിൽ ലോൺ എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സബ്സിഡി കിട്ടും. അപ്പോൾ പുള്ളി ഓൾറെഡി എന്നോട് നമ്മുടെ ബിസിനസ് ഹെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് സബ്സിഡി ഉണ്ടാവും. 9.5 lakhs നമ്മൾ ആക്ച്വൽ പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 30% ഏകദേശം ഒരു 3 lakh അടുപ്പിച്ചോളം, നമുക്ക് എത്രതാണ് പറയാൻ പറ്റില്ല, നമുക്ക് പെർസെൻറ്റേജ് നമുക്ക് സബ്സിഡി കിട്ടുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അത് വളരെ വലിയൊരു കാര്യമാണ്. നിങ്ങൾ ആരെങ്കിലും ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ കേരളത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ലോൺ യൂസ് ചെയ്യാം. പക്ഷേ അതിലോട്ട് എങ്ങനെ എത്തിപ്പെട്ടു, ഞാൻ പോയ വഴികളും എൻ്റെ ഫെയിലിയറുകളും എൻ്റെ റിസൾട്ടും ഒക്കെയാണ് ഞാൻ നിങ്ങളോട് കൂടുതലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുകയോ, കാരണം ഇതൊരു സ്റ്റോറി പോലെ പറയേണ്ട കാര്യമാണ്. ഇതിനകത്ത് കട്ടിങ്ങും ഷേവിങ്ങും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. വളരെ ജെന്യുവിനായിട്ടുള്ള കാര്യം, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട്, വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളോട്ട് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആവശ്യമുള്ളതിന് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതിന് ഒരു ആവശ്യമില്ലാത്തതായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെല്ലുന്നു, പ്രോജക്റ്റ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്നു. സാർ എന്നോട് ഇതുപോലെ പറയുന്നു, ഇനി എൻ്റെ ആവശ്യമില്ല, നിങ്ങളിതിങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. എന്തായാലും സാറ് കുഴപ്പമില്ല, എന്തായാലും പൈസ പോയി. ഈ ഒരു സംരംഭകനെ സംബന്ധിച്ചോളം ഈ ഒരു ബിസിനസ്സിനെ പോയി മീറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ ആവശ്യം 8,000 രൂപയാണ് ചിലവാക്കുന്നതെങ്കിൽ പോലും ചിലപ്പോൾ 1,000 രൂപയിൽ തീരുന്നൊരു പരിപാടിക്കാണ് ഞാൻ 7,000 വേസ്റ്റ് ആക്കിയത്. ആയിക്കോട്ടെ, നമ്മൾ പെട്ടെന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് 8,000 രൂപ ഒരു വലിയ സംരംഭം തുടങ്ങാൻ പോകുന്നു, അത് ആവശ്യമില്ല എന്ന് വിചാരിക്കാം, പൈസയ്ക്ക് അങ്ങനെ ചിന്തിച്ചെന്ന് വിചാരിക്കാം. വളരെ പെട്ടെന്ന് ഞാനത് ചെയ്തു. കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളെൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ ഇനിയിപ്പോൾ ലോണിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോകാം. ഏറ്റവും വളരെ പോയിൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 8,000 രൂപ എല്ലാം ചെയ്തതിന് ശേഷം എൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ രണ്ട് ബാങ്കുകളിലാണ് എൻ്റെ അക്കൗണ്ട് വരുന്നത്. ഒന്ന് നമുക്ക് ഫെഡറൽ ബാങ്കിൽ വരുന്നുണ്ട്, ഒന്ന് നമുക്ക് HDFC ബാങ്കിൽ. HDFC ബാങ്കിലെ മാനേജർ എൻ്റെ ഫ്രണ്ടായിരുന്നു. ആളെ ഞാൻ നേരിട്ട് വിളിച്ചപ്പോൾ തന്നെ ആൾ ഓൾറെഡി എവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു മേഡത്തിൻ്റെ നമ്പർ വന്നു, നമ്മൾ കോൺടാക്ട് ചെയ്തു പറഞ്ഞത്, നമ്മൾ ഇങ്ങനെ ബിസിനസ് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൽ ഇപ്പോൾ മറ്റേ ന്യൂ കമേഴ്സിന് ജോലിയില്ല, എക്സ്പീരിയൻസ്ഡ് ആൾക്കാർക്ക് ജോലിയുള്ളൂ എന്ന് പറയുന്നൊരു സാഹചര്യം പോലെ തന്നെ ഞാൻ ഒരു സ്ഥാപനത്തിൽ ചെന്നപ്പോൾ, ലോണിന് വേണ്ടി ചെന്നപ്പോൾ, നിങ്ങൾ എക്സിസ്റ്റിംഗ് ഒരു ബിസിനസ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ഇല്ലെന്നുണ്ടെങ്കിൽ ലോൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫൈൻ, അക്സെപ്റ്റഡ്. ഇതാണ് കേരളത്തിൻ്റെ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ. ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ HDFC ബാങ്ക്, എൻ്റെ ബാങ്കാണ്, അത്യാവശ്യം നല്ല ട്രാൻസാക്ഷൻസ് ഉണ്ട്, ഒരു വർഷം തന്നെ നല്ല ട്രാൻസാക്ഷൻസ് എനിക്ക് അത്യാവശ്യം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ഉണ്ടായിട്ട് പോലും അവർ ലോൺ തരാൻ തയ്യാറായില്ല. ഒന്നും നോക്കിയിട്ടില്ല, സിവിൽ റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ തന്നെ ഈ ഒരു കാര്യത്തിലോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ആകെ വിഷമമായി. ഒബിയസ്ലി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ലോൺ അങ്ങനെ ഓക്കെ മാഡം കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ HDFC ബാങ്ക് ഇങ്ങനെയുള്ള PMEGP എന്നൊക്കെ പറഞ്ഞുള്ള സ്കീമുകൾ, മുദ്ര ലോണൊക്കെ കൊടുക്കൽ കുറവാണെന്ന് ഒബിയസ്ലി ഒരു നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ എൻ്റെ ഒരു നല്ല കാര്യത്തിന് അല്ലെങ്കിൽ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അപ്പോൾ എനിക്കതങ്ങനെ നടക്കില്ല എന്ന് തോന്നി. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ അടുത്ത ബാങ്കിന് സമീപിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ഞാൻ ഫെഡറൽ ബാങ്കിൽ പോയി, എൻ്റെ ഫ്രണ്ടുമായിട്ട് പോയി, അവനുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവന് വർക്ക്ഷോപ്പ് എക്സ്റ്റെൻഡ് ചെയ്യാനും എനിക്ക് വർക്ക്ഷോപ്പ് ഗ്യാരേജ് വിത്ത് മൊത്തം കൂടെ തുടങ്ങാനുമായിട്ടുള്ള ഒരു സംഭവം ആയിരുന്നു. പക്ഷേ അവനെ സംബന്ധിച്ചോളം അവൻ കയ്യിലുള്ള പൈസ വെച്ചിട്ട് ഓൾറെഡി അവനൊരു എക്സിസ്റ്റിംഗ് ഗ്യാരേജിൻ്റെ ഓണർ ആയതുകൊണ്ട് അവൻ അവിടെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, ഞാൻ അഡ്വാൻസ് മാത്രം കൊടുത്തു. ഇതിനുശേഷം ഈ ബാങ്കിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ കരുനാഗപ്പള്ളിയിലെ ഫെഡറൽ ബാങ്കിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ എൻ്റെ നാട്ടിലെ ഫെഡറൽ ബാങ്കിലായിരുന്ന മാനേജർ വളരെ വിനീതനായിട്ടാണ് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തത്. കൊണ്ടുവന്നു, നിങ്ങൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് കൊണ്ടുവരൂ, ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ അത്രത്തോളം തീവ്രതയില്ല, ഇതിപ്പോൾ നടക്കും, എൻ്റെ സിബിൽ സ്കോർ കാര്യങ്ങൾ അതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഐ ഡോണ്ട് ഈവൻ കെയർ അബൌട്ട് ദാറ്റ്. അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് റൺ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ബാക്കിയുള്ള നമ്മൾ പോയി കൊട്ടേഷൻ എടുക്കുന്നു, മിഷണറീസിൻ്റെ ഇതെടുക്കുന്നു, കൊട്ടേഷൻ എടുക്കുന്നു, ചെയ്തു കഴിഞ്ഞു എന്നുള്ളൊരവസ്ഥയായി. അപ്പോൾ വൈഫിനോട് പറയുന്നു, വീട്ടിൽ പറയുന്നു, ഓക്കെയാണ്, എല്ലാം ആണ്. അപ്പോൾ ആ സമയം മൊത്തം ഞാൻ കൊച്ചിയിൽ നിന്ന് മാറിയിട്ട് നാട്ടിൽ കൊല്ലത്ത് തന്നെയാണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാങ്കിൽ ചെല്ലുന്നു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ പോകുമ്പോൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പോകുന്നു. അപ്പോൾ കണ്ണനോട് ചോദിക്കുന്നുണ്ട്, കളിയെ കിട്ടുമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ അവനെ വളരെ പെട്ടെന്ന് തന്നെ, ഞാൻ ഇതെല്ലാം അറിയാവുന്ന ആളാണെന്ന് വിചാരിച്ചിട്ട് അവനെ ഞാൻ സമാധാനിപ്പിക്കുകയാണ്. ഒരു കാര്യമില്ല, വളരെ പ്രാക്ടിക്കലായിട്ട് റീച്ച് ചെയ്യുന്നു, എല്ലാം നടക്കും, നമ്മുടെ ഭാഗത്തൊരു പ്രശ്നമില്ല, അവർ പറഞ്ഞതെല്ലാം നമ്മൾ ചെയ്തു. ഏജൻറ്റ് പൈസ കൊടുത്തപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ട് നടന്നു. ഒബിയസ്ലി നിങ്ങളെപ്പോലെ ഞാനും ഇത് വിശ്വസിക്കുന്ന ഒരാളാണ്. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇവരോട് തന്നെ പറഞ്ഞു, ഈ നാട്ടിലൊക്കെ മുദ്രാ ലോൺ കിട്ടില്ല, PMEGP കിട്ടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്ക് ശരിക്കും പുച്ഛം തന്നെ തോന്നി. എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് വരുത്തുന്നത്, ഇത് കിട്ടില്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നപ്പോൾ സാറ് തന്നെ, അതായത് നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെ ബിസിനസ് ഹെഡ് എന്നോട് പറയുന്നു, രാഹുൽ നിങ്ങളുടെ ടൗണിൽ, അതായത് നമ്മുടെ ടൗണിൽ ഒരു ഓഫീസുണ്ട്,
താലൂക്കിൽ ഓഫീസിലുണ്ട്, അവിടെ പോയിട്ട് കാണുകയെന്ന് പറഞ്ഞു. അവിടെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഒരു ദിവസം പോയി കാണുന്നു. ദീപ്തി മേഡത്തിന്, അതായത് വളരെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചതും സപ്പോർട്ട് ചെയ്തതും ആ ഒരു മേഡം തന്നെ. അങ്ങനെ ദീപ്തി മേഡം ശരിക്കും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. നമ്മൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസിൽ പോയി. അതൊരു ശരിക്കും ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു. കാരണം എന്തൊക്കെയാണ് ഇങ്ങനൊരു സംരംഭം തുടങ്ങാൻ നേരത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, എങ്ങനെ ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് തന്നെ, ഒരു അവബോധം തന്നെ എന്നിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേഡത്തിന് പറ്റിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ നാട്ടിലെ ഓഫീസിൽ പോയി അവർ കൃത്യമായി, ഇതുവരെ ഒരു ഗവൺമെൻറ് ഓഫീസിൽ ചെന്നിട്ട് എനിക്ക് ഇത്രത്തോളം സപ്പോർട്ട് കിട്ടിയിട്ടില്ല. സോ നിങ്ങൾ ആരെങ്കിലും സ്വന്തമായിട്ടൊരു സംരംഭം എടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നമ്മുടെ മുദ്ര ലോൺ അവൈലബിൾ ആണ്, PMBGP അവൈലബിൾ ആണ്. ഇതിലൂടെ തന്നെ പോകണം എന്നേ ഞാൻ പറയുള്ളൂ. 20 lakhs വരെ ഇപ്പോൾ ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വളരെ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസുമായിട്ട് എല്ലാ ജില്ലകളിലും എല്ലാ താലൂക്കുകളിലും ഉണ്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ. അപ്പോൾ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ കൈക്ക് ഇങ്ങനെ താടി ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. എന്താണ് ആക്ച്വലി രാഹുൽ നിങ്ങൾ കാണിച്ചതെന്ന് ചോദിക്കുന്നു. പിന്നെ ഇവർക്കിങ്ങനെ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് കാണുമ്പോൾ, ഈ ചെയ്യുന്ന രീതികൾ കാണുമ്പോൾ പോലും അവർക്ക് മനസ്സിലായി ഇത് ഇന്ന ആളല്ലേ ചെയ്തതെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, ആളുടെ ഫ്രണ്ട്. അപ്പം പറഞ്ഞു വന്നപ്പോൾ ആളെ അവർക്ക് മനസ്സിലായി. എത്ര രൂപ കൊടുത്തു? ഞാൻ പറഞ്ഞു 8,000 പ്രോജക്റ്റ് റിപ്പോർട്ടിന് വേണ്ടിയിട്ട് കൊടുത്തു. അപ്പോൾ അത് ശരിക്കും അവരിങ്ങനെ വായും ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ വളരെ ഇതായിട്ട് ബ്രിങ്ങസ് ചെയ്യാന്ന് പറഞ്ഞൊക്കെ ഇരിക്കത്തില്ല, നാട്ടുഭാഷ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം എന്നിട്ട് എന്തായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ രാഹുൽ ഇതിങ്ങനെ തുടങ്ങണമെന്നുണ്ട്, ഇതിനൊരു രീതികളുണ്ട്. നിങ്ങളൊരു സ്ഥാപനം ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വരേണ്ടത് ഈ ഒരു ഐഡിയയുമായിട്ട്, ഒരു സ്റ്റാർട്ടപ്പ് നമ്മൾ ഐഡിയയുമായിട്ട് ആദ്യം ചെല്ലേണ്ടത് നമ്മുടെ ബിസിനസ് പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അവിടെ ചെന്നതിന് ശേഷമാണ് അവരതിന് വേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാമോ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവർ ഓരോ ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഓരോ ആളെ അവിടെ റെപ്രസെൻറ്റേറ്റീവിനെ റെഡിയാക്കിയിട്ടുണ്ടാവും. അവരുടെ സപ്പോർട്ട് നമുക്ക് 100% കിട്ടും. അവർ നമുക്ക് റെഡിയാക്കി തരും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കഥയിൽ നിന്ന് ഇത്രയും കിട്ടിയിൽ നിന്നൊരു പാഠം 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ മനസ്സിലൊരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കാണേണ്ടത് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസറെയാണ് നിങ്ങൾ കാണേണ്ടത്. അതിനുശേഷം നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. രണ്ടാമത്തെ കേസ്, ഒരു കാരണവശാലും ഏജൻറ്റ് ത്രൂ പോകരുത്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ ഹെൽപ്പുകളും, ഈവൻ ഏജൻറ്റിനെ വേണമെങ്കിൽ പോലും കാര്യങ്ങൾ അവർ സജസ്റ്റ് ചെയ്ത് അതില്ലാത്ത രീതിയിൽ അവർ ചെയ്തു തരാൻ അവരെ കൊണ്ട് പറ്റും. പിന്നെ അവിടെ നിന്നിട്ടാണ് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ തുടങ്ങിയത്. കഴിഞ്ഞ സമയങ്ങളിൽ ചെയ്ത കുറ്റങ്ങളൊക്കെ പോട്ടെ സാരമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് കയറുകയാണ്. അവിടെ ചെല്ലുന്നു, മേഡം കാര്യങ്ങൾ സെറ്റാക്കുന്നു. ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഓൾറെഡി ഏജൻറ്റ് പൈസ കൊടുത്തെങ്കിലും ചെയ്തു തന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വാല്യുബിൾ ആയിരുന്നു. അതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു. കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ലോൺ എവിടെ നിന്ന് എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ മേഡം എന്നോട് ചോദിക്കുന്നു, ഒബിയസ്ലി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ 2 ബാങ്കുകൾ എനിക്കുണ്ട് കാര്യങ്ങളെ പറഞ്ഞു. മേഡം അപ്പോൾ പറയുന്നു ഈ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ എന്നോട്. അപ്പോൾ ഞാൻ വളരെ പോസിറ്റീവായിട്ട് മേഡത്തിനോട് അല്ല മേഡം നമുക്ക് ചെയ്യും, എനിക്ക് ലോൺ കിട്ടും എന്നൊക്കെ വളരെ ധൈര്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ അവരെന്നോട് ചോദിച്ചു ബാങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ബാങ്കിൽ പോയിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ. എന്നിട്ട് ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും കൊടുത്തു വെച്ചാൽ ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എപ്പോഴും മേഡത്തിനോട് കള്ളം പറയുമായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ എല്ലാത്തിൻ്റെ ഒരു കോപ്പി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ റിപ്പോർട്ടുകളുടെ എല്ലാം ഒരു കോപ്പി ഞാനവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം മേഡത്തിനോട് ഞാൻ ആ കള്ളം പറയുകയും ചെയ്തില്ല. അപ്പോൾ മേഡത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി അറിയാൻ പറഞ്ഞത്. അപ്പോൾ അതൊരു സോറി മേഡത്തിനോട് പറയുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മേഡം കാണുന്നുണ്ടെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. എൻ്റെ സാഹചര്യം അതായിരുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇതുപോലെ മേഡത്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ മേഡം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് എൻ്റെ അടുത്ത് പറയുന്നു. മേഡം പറയുന്നു ഇതുപോലെ ഒരു ബാങ്ക് ഉണ്ട്, ബാങ്കിൻ്റെ പേര് ഞാൻ പറയില്ല. കാരണം ഇനി എൻ്റെ ഈ ഒരു യാത്രയിൽ ഏറ്റവും കൈപ്പേറിയ മുഹൂർത്തങ്ങളിലൂടെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ കൈപ്പേറിയ മുഹൂർത്തങ്ങളിലൂടെയാണ് കടന്നു പോയത്. ഈ സമയത്തൊക്കെ രാവിലെ ഇറങ്ങി വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ സന്ധ്യ സമയമാവും. വളരെ ടയേർഡായിട്ട് ബൈക്കിൽ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് വല്ലാത്ത അവസ്ഥയിലാണ് തിരിച്ചെത്തുന്നത്. അപ്പം അമ്മയും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചോദിക്കും എന്തായി എന്ന്. അവരെപ്പോഴും എന്തായെന്ന് ചോദിക്കാനുള്ള കാര്യം മാത്രമേ. കാരണം ഒരു വലിയ ലാർജ് എമൗണ്ട് നമ്മുടെ പ്ലാനിങ്ങിനനുസരിച്ച് നമുക്ക് റെഡിയാക്കാനുണ്ട്. ആ പൈസ എവിടുന്ന് കണ്ടെത്തുമെന്ന് അറിയില്ല. അപ്പോൾ അവർക്കാകെയുള്ള പ്രതീക്ഷ ഇത് മാത്രമാണ്, ഈ ഒരു ലോൺ. വേറെയും രീതികളും കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാനുണ്ട്. പക്ഷേ ഞാൻ ആരുടെ മുമ്പിൽ പോവാതെ നമുക്ക് തന്നെ ലോൺ കിട്ടും, നമ്മൾ തന്നെ അടയ്ക്കും എന്നുള്ള രീതിയിലാണ് ട്രൈ ചെയ്തത്. അപ്പോൾ അതിനുശേഷം മാഡം ഒരു ബാങ്ക് പറയുന്നു നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ടും, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒബിയസ്ലി എൻ്റെ ഭാഗത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ മാഡം പറഞ്ഞ ആ എക്സ് എന്ന് നമുക്ക് പേര് വിളിക്കാം, ആ എക്സിലോട്ട് ഞാൻ എത്തുന്നു. അപ്പോൾ എക്സ് ബാങ്കിൽ ഞാൻ എത്തുന്നു. എക്സ് ബാങ്കിൻ്റെ മാനേജറെ കണ്ടപ്പോൾ തന്നെ വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ തന്നെ അവരെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ
വളരെ ഹാപ്പി ആയിട്ട് ഞാൻ ഇവരെ കാണുന്നു, ഇവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ശരിക്കും വളരെ പോസിറ്റീവായിട്ട് അവർ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊക്കെ ചോദിക്കുന്നു. പ്രോജക്റ്റ് റിപ്പോർട്ട് മേടിച്ച് അവിടെ വെക്കുകയാണ്. മേടിച്ച് വെച്ചതിന് ശേഷം വാട്ട്സ് യുവർ പ്ലാൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വാട്ട്സ് യുവർ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ എന്നോടാണ് ചോദിക്കുന്നതുകൊണ്ടും പ്രാന്തനായതുകൊണ്ട് വളരെ ക്ലീനായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ, കാരണം എൻ്റെ പ്ലാനുകളെക്കുറിച്ച് എന്നേക്കാൾ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരാൾ വേറെ ലോകത്തുണ്ടാവില്ല. വളരെ ക്ലീനായിട്ട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എൻ്റെ ഇതാണ്, എൻ്റെ ഇൻകം ഇതാണ്, എൻ്റെ കാര്യങ്ങളാണ്, എല്ലാ കാര്യങ്ങളും വളരെ പ്രൂഫ്പരമായിട്ട് മാഡത്തിന് ഞാൻ കാണിച്ചു കൊടുക്കുന്നു. കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് പോകുന്നു. ഓക്കെ, ഷീസ് ഹാപ്പി നൗ. എനിക്ക് ഇമ്പ്രസ് ചെയ്യിക്കാൻ പറ്റി. അപ്പോൾ ഓക്കെ ഫൈൻ, വേറെ ഒന്നുമില്ല, വേറെ ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഞങ്ങൾ ഇൻസ്പെക്ഷൻ വേണ്ടിയിട്ട് വരാം, കാര്യങ്ങൾ നോക്കുക. എൻ്റെ സിബിൽ ചോദിച്ചു, ഞാൻ എൻ്റെ ആധാറും ഡീറ്റെയിൽസും കൊടുത്തു. അവർ സിവിൽ സ്കോർ എടുക്കുന്നു, താഴോട്ട് വരുന്നു. സിവിൽ സ്കോറൊക്കെ നോക്കിയപ്പോൾ ഓക്കെ ഫൈൻ, ഏതാണ്ട് 760 അടുപ്പിച്ച് സ്കോറുണ്ട്, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒറ്റ ഇതിൽ തന്നെ കാര്യങ്ങൾ. അപ്പോൾ കിട്ടുമല്ലോ, ഓക്കെ കിട്ടും എന്ന് എന്നോട് പറയുമ്പോൾ ഞാൻ അത്രത്തോളം ഹാപ്പിയാണ്. കാരണം പിന്നെ അത് ചിന്തിക്കാനൊന്നുമില്ല. ഞാൻ വൈകിട്ട് വരുന്നു, മാഡത്തിന് നമ്മുടെ ബിസിനസ് ഹെഡിനെ ദീപ്തി മാഡത്തിന് വിളിച്ച് പറയുന്നു കാര്യങ്ങൾ ഓക്കെയാണ് മാഡം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല രാഹുൽ ഇതൊക്കെ റെഡിയാവുമെന്ന്. അപ്പോൾ അത്രയും സന്തോഷമായി. വീട്ടിൽ വന്ന് പറയുന്നു, പേരൻസിനോട് പറയുന്നു, വൈഫിനോട് പറയുന്നു. പ്രതീക്ഷ അവിടെ തുടങ്ങുകയാണ്. വിതിൻ 2 ഡേയ്സിനുള്ളിൽ അവർ ഇൻസ്പെക്ഷൻ വരുമെന്ന് പറഞ്ഞു. ഒരു സൺഡേ കഴിഞ്ഞിട്ടുള്ളൊരു ദിവസമാണെന്ന് തോന്നുന്നു. ഇൻസ്പെക്ഷൻ വരുന്നു, ഞാൻ എൻ്റെ അവിടെ ചെല്ലുന്നു. സെയിം ടൈം തന്നെ എൻ്റെ ലാൻഡ് ഓണർ അവിടെ ഉണ്ടായിരുന്നു, ആളുടെ മകൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആളവിടെ നിന്ന് ഇവർ വന്നു. അപ്പോൾ ഇവർ ലേഡിയാണ്. ഇവർ ആക്ച്വലി ഇവരെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മാഡത്തിനെ കണ്ടപ്പോൾ അത്ര പക്വതയൊന്നും തോന്നിയിട്ടില്ല. ഈ പക്വത വരാതെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ജോലി കിട്ടിയിട്ട് വരുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് മാഡത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തരത്തിൽ എനിക്കൊരു പോസിറ്റീവ് അട്രാക്ഷനാണ്. സെയിം ടൈം എനിക്കതൊരു റോങ് ടേണും കൂടെ ആണെന്ന് പറയാം. കാരണം ഒരു പേടിയും ഒരു ഹാപ്പിനെസ്സും കൂടെ ചേർന്നിട്ടുള്ളൊരവസ്ഥയായിരുന്നു. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഇവർ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഉയർത്തി മേളിക്കൊണ്ട് തറയിടുമെന്നൊരു പേടി ഉള്ളിലുണ്ടെങ്കിൽ പോലും ഇവർ ഞാൻ വിചാരിച്ചില്ല, ഷീസ് ഫൈൻ, ഷീസ് ഗുഡ് എന്നുള്ള രീതിയിൽ റെസ്പോൺസിബിൾ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് വരുന്നു. പെട്ടെന്ന് തന്നെ ഇൻസ്പെക്ഷൻ്റെ കാര്യങ്ങളൊക്കെ എന്താ രാഹുൽ ഇവിടെ തുടങ്ങാൻ തോന്നി, ഈ ലാൻഡാണോ, ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, ലാൻഡൊക്കെ അവർക്ക് നോക്കി ഇഷ്ടപ്പെട്ടു, ലാൻഡിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഞാൻ കാണിക്കുന്നു, ഇതെല്ലാം നോക്കി ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും കറക്റ്റായി. അപ്പോൾ ഞാൻ ചോദിച്ചു മാഡം ഓക്കെ ആണോ, ഇൻസ്പെക്ഷൻ കഴിഞ്ഞു രാഹുൽ, ഐ വിൽ ഇൻഫോം യു എന്ന് പറഞ്ഞു. ശരിക്കും ഹാപ്പി. 2 ലേഡീസാണ് വന്നത്. ഇവരാണ് അവിടുത്തെ മെയിൻ മാനേജർ. എല്ലാം കഴിഞ്ഞ് പോകുന്നു. എന്നെ പിറ്റേ ദിവസം രാവിലെ വിളിക്കുന്നു. 1-2 ഡോക്യുമെൻറ്റ്സ് കൂടെ വേണമെന്ന് പറയുന്നു. ഞാൻ കൊണ്ടു ചെല്ലുന്നു. ഓക്കെയാണ്, ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ബാക്കി എന്താണ്, എൻ്റെ കൊട്ടേഷൻ കൊണ്ടുവരാൻ പറയുന്നു. കൊട്ടേഷൻ കൊടുക്കുന്നു. അതും ഹാപ്പിയാണ്. വേറെ കാര്യങ്ങളൊന്നും അതിനകത്ത് നോക്കാനില്ല. സിവിൽ നോക്കി, കുഴപ്പമൊന്നുമില്ല. കുറച്ച് എന്നെ വിളിപ്പിക്കുന്നു. അതിന് ശേഷം പിറ്റേ ദിവസം 4-ാമത്തെ ദിവസം എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, രാഹുൽ സിവിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ, ഐ നീഡ് യുവർ എക്സ്പ്ലനേഷൻ ഫോർ ദാറ്റ്, വാട്ട് ഹാപ്പൻ ഇൻ ദാറ്റ് പാസ്റ്റ് ടൈം എന്ന് ചോദിച്ചു. അപ്പോൾ ആക്ച്വലി ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഞാൻ അപ്പോൾ പോകുന്നു. എല്ലാവരെയും പോലെ നിങ്ങൾക്കറിയാം, വളരെ വളരെ പരിതാപകരമായ ജീവിത ചുറ്റുപാടിൽ നിന്ന് കയറി വന്ന ഒരാളാണ്. വളരെ സാധാരണ നിലയിൽ നിന്ന് മുന്നോട്ട് വരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പല കാലത്തും നിങ്ങളിൽ ഒരാളെ പോലെ എപ്പോഴും സിവിൽ സ്കോർ നമുക്ക് ഉണ്ടാവണില്ല. എന്നിട്ടും എൻ്റെ വളരെ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ മാറ്റി നമ്മൾ സിവിൽ സ്കോറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ക്ലിയറാക്കി പോകും. ജീവിതത്തിൽ ഒരു നല്ല സമയം ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ പോകണം. വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ എപ്പോഴും നമുക്ക് ലോൺ കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റണം എന്നില്ല. ബുദ്ധിമുട്ടുകളുണ്ടാവാം. പക്ഷേ എന്നാൽ തന്നെ നമ്മൾ ക്ലിയറായിട്ടും ഇത് പോകുന്നൊരു സമയമുണ്ട്. അങ്ങനെ നമ്മൾ ക്ലിയറായിട്ട് ആ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവർ വിളിക്കുന്നു. 1-2 ഡീമെറിറ്റ് ലൈക്ക് ഡിഫോൾട്ട്സ് ഉണ്ട്. അത് എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ 2016-ലോ 2017-ലോ മറ്റോ ഞാനൊരു ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇതുപോലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ആക്സിഡൻ്റ് ആവുന്നു. ആ ബൈക്ക് നമ്മൾ കൊടുക്കുന്നു. അതിൻ്റെ സിവിൽ ചെറിയ പൊട്ടലുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചു. DPD ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വലിയ കേസുകളൊക്കെ ഞാൻ ക്ലിയർ ആക്കി. ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ അതും ഇതുപോലെ ഒരു പണി കിട്ടിയ അവസ്ഥയായിരുന്നു. ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടായിരുന്ന ആ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി അവരോട് പറയുന്നത് എങ്ങനെ സംഭവിച്ചൊക്കെ. അപ്പോൾ അതൊന്നും അവർക്ക് പ്രശ്നങ്ങളില്ല. ഇതെല്ലാം കഴിഞ്ഞു. ഓക്കെ ഫൈൻ പറഞ്ഞു, വിട്ടു. അതിനുശേഷം വീണ്ടും ഈവനിങ് വിളിക്കുകയാണ്, രാഹുൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടല്ലോ. ഞാൻ അവിടുന്ന് വന്ന് തിരിച്ച് ഞാൻ കരുനാഗപ്പള്ളി ബിസിനസ് ഓഫീസിലെത്തി കുറേ കോപ്പിയൊക്കെ എടുത്ത് അവരും പറഞ്ഞ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. ആക്ച്വലി ഒരു നെയിം ബോർഡിൻ്റെ സാധനം ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നെയിം ബോർഡിൻ്റെ കൊട്ടേഷൻ മിസ് ഔട്ട് ചെയ്തുകൊണ്ട് എൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ ഇത് ആഡ് ഓൺ ചെയ്യാത്തതുകൊണ്ട് ചെറിയ മിസ് മാച്ചിങ്, ഒരു 11,000 സംതിങ്ങിന് മിസ് മാച്ചിങ് കാണിച്ചതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു കൊട്ടേഷൻ കൊടുക്കണമായിരുന്നു. ഞാൻ ആ കൊട്ടേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഇവരെന്നെ വീണ്ടും വിളിക്കുന്നു. ഏകദേശം 5 to 8 കിലോമീറ്റേഴ്സ് ഉണ്ട് ഞാൻ ഈ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസും ഈ പറഞ്ഞ എൻ്റെ ഇവർ എന്നെ പറഞ്ഞയച്ച ആ ബാങ്കുമായിട്ട് അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും ഇവരെന്നെ വിളിപ്പിക്കുന്നു. വരാൻ പറ്റുമോ എന്ന് ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഞാൻ എത്തി മേഡം എന്ന് പറഞ്ഞു. വിത്തിൻ സമയത്തിനുള്ളിൽ ഞാൻ അവിടെ എത്തുന്നു. ഓടി വരുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ കയറി വരുവാണ്. കാരണം ക്യൂരിയോസിറ്റിയുടെ എക്സ്ട്രീമാണ്. കയറി വന്നു. ഞാൻ വൈഫിനോടൊക്കെ ഓൾറെഡി ഓക്കെ പറഞ്ഞു. പണ്ടുള്ളവർ പറയും ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരോട് പറയരുതെന്ന് പറയും. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഭയങ്കര എക്സ്പ്രസീവാണ്. ആരെങ്കിലും എന്നോട് ചോദിച്ചു ഞാൻ ഹൈഡ് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് പറയും. ഈവൻ വരാൻ പോകുന്ന ഫ്യൂച്ചർ പ്ലാൻസ് വരെ പറയും. അത് പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. എനിവേ ദാറ്റ്സ് മൈ ക്യാരക്ടർ. ഓക്കെ, നിങ്ങൾക്ക് തെറ്റ് പറയാൻ പറ്റുമായിരിക്കും. എനിവേ
ആക്സെപ്റ്റഡ് ദാറ്റ് തിങ്സ്. അങ്ങനെ കാര്യങ്ങൾ ഇവരോട് ഞാൻ അപ്പോൾ വന്ന് ചേറിയപ്പോൾ തന്നെ ഇവരുടെ ഫേസ് വല്ലാതെ ഇങ്ങനെ ഡൗൺ ആയിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എന്ത് പറ്റി മാഡം? ഇരിക്കും രാഹുൽ എന്ന് പറഞ്ഞു. പെട്ടെന്ന് നാളെ വന്നാൽ മതിയായിരുന്നു വിളിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, രാഹുൽ ഇതുപോലെ 2020 മറ്റോ ഒരു DPD കാണിക്കുന്നു, ഒരു 340 ഡേയ്സോ 320 ഡേയ്സിൻ്റെ ഒരു DPD, അതായത് ഡിലേ പേയ്മെൻറ്റ്. നമ്മളൊരു ലോൺ എടുത്തിട്ട് DPD എന്ന് പറഞ്ഞാൽ ഇതിന് അടവ് മുടങ്ങി വരുന്ന കാലഘട്ടത്തിനെയാണ് DPD എന്ന് പറഞ്ഞത്. അപ്പോൾ ഡിലേ പേയ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ഡിലേ പേയ്മെൻറ്റ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ എടുക്കാൻ വേണ്ടി അവർ വിളിച്ചതന്നെ. അപ്പോൾ ആ ഒരു ഡിലേ പേയ്മെൻറ്റ് ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ ഇതിന് നിങ്ങൾ തമാശ വിചാരിക്കരുത്, ശരിക്കും ചിരിച്ചു പോവും. ഞാൻ ഈ കൊറോണ സമയത്തിന് തൊട്ട് മുമ്പ് എൻ്റെ ജോലിയിൽ നിന്ന് ഞാൻ KTM ഞാൻ ഇറങ്ങിയായിരുന്നു. ഞാൻ അവിടുത്തെ KTMൻ്റെ ഏരിയ അവിടുത്തെ ഒരു ഷോറൂമിൽ ഇൻചാർജായിട്ട് കയറി വർക്ക് ചെയ്യുന്ന ആ സമയത്ത് എന്നോട്, ഞാൻ അതുവരെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സാലറി മെയിൻറ്റെയിൻ ചെയ്ത് എനിക്കൊരു ഹിസ്റ്ററി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞു ജോലി ഹാഫ് സാലറി ആകും പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പറ്റൂല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നതാണ്. ആ കാലഘട്ടം തൊട്ടാണ് ഇങ്ങോട്ട് ഞാൻ വ്ളോഗിങ്ങിലോട്ടൊക്കെ എത്തിയത്. ഇവരെന്നോട് ചോദിച്ചു, രാഹുൽ ഇതുപോലെ ഒരു ഗോൾഡ് പ്ലെഡ്ജ് ചെയ്തിരിക്കുന്നതിൻ്റെ DPD കാണിച്ചിട്ട്. ഞാൻ പറഞ്ഞു, മേഡം എത്രയാണ് അത്? 3500, അതായത് 3500 രൂപയ്ക്ക് നിങ്ങൾ പണയം വെച്ചിട്ടുണ്ട്, അതിൻ്റെ പലിശ നിങ്ങൾ കൃത്യമായിട്ട് അടച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ വളരെ തമാശയാണെങ്കിലും പണ്ട് കാലത്ത് അത് ഭയങ്കര വലിയൊരു എമൗണ്ട് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ പലിശ അടയ്ക്കാൻ പറ്റാതിരുന്നിട്ടല്ല, ഞാൻ മറന്നു പോയതാണ്. ആക്ച്വലി അങ്ങനെ പാടില്ല, ഇറ്റ്സ് മൈ ഫോൾട്ട് ഓൾസോ. അപ്പോൾ ഞാൻ ഉടനെ തന്നെ അയ്യോ ഇതെന്നാണെന്ന് ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു ചെറിയ കുട്ടി മോതിരം അന്ന് എപ്പോഴോ ഒരു ആവശ്യം വന്നപ്പോൾ വൈഫിൻ്റെ ഒരു മോതിരം നമ്മൾ പണയം വെച്ചതാണ്. അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളന്ന് ശ്രമിച്ചില്ല, ചിന്തിച്ചില്ല. എൻ്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങളാണ്. ആ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ബാരിയർ ആവുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഞാൻ അവരോട് ചോദിച്ചു, പറഞ്ഞു അതിൻ്റെ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, മേഡം അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, എല്ലാ കാര്യങ്ങളും പറഞ്ഞു, എനിക്ക് സ്കോറുണ്ട്, കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, ഇത് മാത്രം ക്ലിയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മേഡം ഞാൻ ആ ബാങ്കിൽ പോയി സംസാരിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് എൻ്റെ കാര്യങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഞാൻ അവിടുന്ന് ലെറ്റർ വാങ്ങിയിട്ട് എത്തിക്കുന്നു. ഈ ലെറ്റർ വേണമെന്ന് ഇവർ പറയുന്നു. ഞാൻ കഷ്ടപ്പെട്ട് കൈയും കാലം പിടിച്ച് ഞാൻ എൻ്റെ മുത്തൂറ്റ് ബാങ്കിൽ ചെല്ലുന്നു. അവിടുന്ന് ഞാൻ ലോൺ വെച്ച് ഞാൻ കൃത്യമായിട്ട് പിന്നീട് അടയ്ക്കുന്നുണ്ടായിരുന്നു. റീസെൻ്റ് ആയിട്ടുള്ള അടവുകളെല്ലാം കറക്റ്റ് ആയിരുന്നു. അതായത് 100-200 രൂപ പലിശയാണ്. പക്ഷേ ഈ പൈസ ജീവിതത്തിലുണ്ടാക്കിയ വള്ളി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ നമ്മൾ അടയ്ക്കാതെ പോകുന്ന ചെറിയ പൈസ, ഈ ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ ഒരു വലിയ കാര്യം വരുമ്പോൾ ലോൺ എടുക്കാൻ പറ്റാതാവുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം ഒരു വഴിയില്ലാതെ ഒരു സംരംഭം ഉണ്ടാക്കാൻ ഇറങ്ങിയപ്പോൾ എങ്ങനെ അവസാനം വന്നിട്ട് ഈ ഒരു കാര്യത്തിൽ ഞാൻ കുരുങ്ങി. അപ്പോൾ ഇവർ പറഞ്ഞു, രാഹുൽ ഒരു കാര്യം ചെയ്യും, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ മേടിച്ചുകൊണ്ട് പോകാം. ഞാൻ അവിടെ പോയി ഈ മാനേജറിൻ്റെ കയ്യിൽ നിന്ന് ലെറ്റർ വാങ്ങുന്നു, എത്തിക്കുന്നു. അപ്പോൾ മാനേജർ എനിക്ക് ചോദിച്ചു എന്ത് എഴുതണം എന്ന് എന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, മേഡം എന്താ സംഭവിച്ചെന്ന് എഴുതിയാൽ മതി, വേറെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അല്ല ഞാൻ പറഞ്ഞു, മേഡം ഞാൻ അടയ്ക്കാൻ മറന്നു പോയി, നിന്ന് കൊറോണ ടൈമായിരുന്നു, മൊറിട്ടോറിയം വന്ന സമയമായിരുന്നു, ഇത് ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. മേഡം സംഭവിച്ചതെങ്കിൽ ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് എനിക്ക് എൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് നിങ്ങളുടെ സിവിൽ റിപ്പോർട്ട് വെച്ച് നിങ്ങൾ എഴുതാൻ പറഞ്ഞു. അവർ ഗുഡ് റിപ്പോർട്ട് തന്നെ എഴുതി കൊടുത്തു. അപ്പോൾ അവർ കൊണ്ടു ചെന്ന ഉടനെയാണ് ഇവർ അടുത്ത ചോദ്യം, ഇതെന്താ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്, ഇത് തമാശയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം എന്നോട് ഈ മാഡം ചോദിക്കുന്നു. മാഡത്തിനോട് ഞാൻ അപ്പം തന്നെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് വരും. ഒബിയസ്ലി നമുക്കുണ്ടാവും, കാരണം നമ്മളെ അങ്ങറ്റം വരെ കൊണ്ടുപോയിട്ട് ഒന്നും നടക്കില്ല എന്നുള്ള അവസ്ഥയിലോട്ട് എത്തിക്കുമ്പോൾ ആർക്കായാലും വിഷമം ഉണ്ടാവും. മനുഷ്യജീവിയായിട്ടുള്ളവർക്ക് ആ ഒരു ദേഷ്യം വിഷമമൊക്കെ ഉണ്ടാവും. എനിക്കും അത് തന്നെ ഉണ്ടായി. ഞാനിവരോട് പറഞ്ഞു, പക്ഷേ എനിക്ക് ഇവരുടെ പക്വതക്കുറവ് എന്താണെന്ന് എനിക്ക് അപ്പോഴാണ് ശരിക്കും ഇവർ എനിക്ക് ലോൺ കിട്ടത്തില്ലെന്ന് പറഞ്ഞതിലോ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് ഡിഫോൾട്ട് ഉണ്ടെന്ന് പറഞ്ഞതിലോ ഒന്നുമല്ല എനിക്ക് വിഷമം വന്നത്. അവിടെയാണ് ഏറ്റവും വലിയൊരു പോയിന്റ് ഇരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ്, നിങ്ങൾ ഒരു ലോണിന് എടുക്കാൻ പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു ധാരണ വേണം എന്ന് പറഞ്ഞൊരു കാര്യം എൻ്റെ കാര്യത്തിൽ എനിക്ക് ശരിക്കും പാലിക്കാൻ പറ്റിയില്ല. എനിക്ക് ആ ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ ആരെയും മുമ്പിൽ പോയിട്ട് എനിക്ക് തല കുനിക്കേണ്ടി വരില്ലായിരുന്നു. എനിക്കൊരു ലോണിന് വേണ്ടി മുമ്പിൽ പോകേണ്ട അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ ചെയ്യേണ്ടിയിരുന്നത് ഈ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്ത് തൊട്ട് മുമ്പ് ഞാൻ ചെയ്യുന്നത് എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സിവിൽ റിപ്പോർട്ട് എടുക്കുക. ഈ സിവിൽ റിപ്പോർട്ട് വരെ ഞാൻ 1-2 ബാങ്കുകളെ സമീപിക്കുക. അവിടുന്ന് എനിക്ക് ലോൺ തരുമോ ഇല്ലെന്ന് അവർ വ്യക്തമായിട്ട് ചോദിക്കുക. അതിനുശേഷം മാത്രമാണ് ഞാൻ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കേണ്ടത്, ബാക്കിയെടുത്ത് പോകേണ്ടതല്ല. ഓക്കെ, ഞാനിതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും എനിക്ക് ലോൺ തരാമെന്ന് ഒരു വിധത്തിൽ കൂടുതൽ എന്നോട് സമ്മതിച്ച എൻ്റെ ഈ മാനേജർക്ക്, ലേഡിക്ക് എന്തുകൊണ്ടാണ് ഈ സിവിൽ റിപ്പോർട്ട് നേരത്തെ നോക്കാതിരുന്നത്? അവരുടെ ഈ ഒരു ഡിഫോൾട്ട് അല്ലെങ്കിൽ അവർ ഈ കണ്ടുപിടിച്ച് ഡിഫോൾട്ട് എന്തുകൊണ്ട് അവർ നേരത്തെ കണ്ടുപിടിച്ചില്ല? നമ്മളെ എന്തുകൊണ്ട് ഇവർ ഈ ഒരു പീക്ക് വരെ എത്തിച്ചിട്ട് താഴോട്ടിടുന്നു? അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അവരുടെ അശ്രദ്ധ മൂലം ആദ്യം ഇപ്പോൾ ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലിൽ കൂടെ ചിലപ്പോൾ പല ബാങ്ക് എംപ്ലോയീസ് കണ്ടുകൊണ്ടിരിക്കാം, സിസ്റ്റം ഉണ്ടാവും, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സിബിൽ റിപ്പോർട്ട് എന്താണെന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ടും കൂടെ ഞാൻ ഈ വീഡിയോടൊപ്പം അറ്റാച്ച് ചെയ്യാം. നിങ്ങളത് കാണണം. എന്താണ് സിബിൽ എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. If you want to take a car loan, if the finance minister of this country wants to take a house loan, everything depends on the CIBIL score. But nobody knows how the CIBIL organization works. It's actually a private company. It's
It's a company called TransUnion. This is the company which is rating every one of us based on our credit history. But we do not know whether they are updating our credit history properly. There is no transparency. There is no way for us to appeal. Every time we go tell a bank, I have paid my loan on time, but they will say, no, your CIBIL score is bad. For farmers, while they get a subsidy from the government, when they use the subsidy to repay the loan, CIBIL does not update it. There must be greater transparency. The government has missed out an opportunity to make life easier. ആളെ അല്ലെങ്കിൽ ഒരു കസ്റ്റമറെ നിങ്ങൾ ഇത്രത്തോളം എക്സ്ട്രീമിൽ എത്തിച്ചിട്ട് തറയിലിടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. നിങ്ങൾക്ക് മന്ത്ലി സാലറി കാര്യങ്ങളൊക്കെ കിട്ടും, പക്ഷേ കഷ്ടപ്പെട്ട് ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് നടന്ന് കാലിൽ ചെരുപ്പ് തേഞ്ഞിങ്ങനെ കഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരെ നിങ്ങളിങ്ങനെ വെറുതെ വഴിയിലിട്ട് ചവിട്ടി തേക്കരുത്. കാരണം നിങ്ങൾ അങ്ങനെ തേച്ച് നഷ്ടപ്പെടുത്തുമ്പോൾ, അങ്ങനെ കളയുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ വരുന്ന ആ കസ്റ്റമർ ഉണ്ടല്ലോ, അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒരേ ഒരു ഈർക്കിൽ കഷ്ണത്തിലൂടെ ആയിരിക്കും അവൻ രക്ഷപ്പെടാൻ വരുന്നത്. ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അത്രയും ലാഘവം ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു അശ്രദ്ധ ഒരു മനുഷ്യൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്നതിന് കാരണമാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ പാപമൊന്നുമില്ല ആക്ച്വലി. അപ്പോൾ അതാണ് ഈ മാഡം എന്നോട് ചെയ്തത്. അപ്പോൾ ഈ മാഡം ഈ ചെയ്ത ഒരു വർക്കിൻ്റെ കാര്യത്തിൽ ഞാൻ പെട്ടെന്ന് പോയി എൻ്റെ ബിസിനസ് ഹെഡിനെ കാണുന്നപ്പോൾ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വേവർ എടുക്കാൻ ശ്രമിക്കാം. ബിസിനസ് ഹെഡിനോട് ഈ മാഡം സംസാരിക്കുന്നു. എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒന്നും കൺവിൻസിങ് അല്ല. അവർ പറഞ്ഞ ഡേറ്റാസ് എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 760 സ്കോറും ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മാഡത്തിനോടൊരു കാര്യം പറഞ്ഞു. മാഡം, ജീവിതത്തിൽ എപ്പോഴും നമ്മൾ തോൽവികളിലൂടെയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ എപ്പോഴും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിയത് സീറോയിൽ നിന്ന് തന്നെയാണ്. ഡൗൺ ടു ദ എർത്ത് ഞാൻ സീറോയിൽ നിന്ന് തന്നെയാണ് 100-ലെത്തിയത്. ഞാൻ പറയും, മാഡം ഞാൻ തോറ്റ് പിന്നോട്ട് പോകാനൊന്നും പോകുന്നില്ല. നമ്മൾ തിരിച്ചു വരും. അപ്പോൾ തിരിച്ചു വരും മാം, എനിക്കതേ പറ്റുള്ളൂ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേറെ മാർഗ്ഗങ്ങളില്ല. ദാറ്റ്സ് എൻ്റെ ഉപജീവന മാർഗ്ഗമാണ്. എനിക്ക് എത്തിയേ പറ്റുള്ളൂ. അപ്പോൾ തന്നെ മാഡം പറഞ്ഞ്, രാഹുൽ ആരെങ്കിലും ലോൺ തരുവാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ, അറിയിച്ചേക്കണം. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. മാം ഞാൻ തോറ്റ് കിട്ടില്ല, കാരണം എൻ്റെ ഒരു വിൽ പവർ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഞാൻ ബിസിനസ് ഹെഡിനെ പോയി കാണുന്നു. അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അവർ പറഞ്ഞ് ഞാൻ കൺവിൻസ് ചെയ്ത് നോക്കാം പറയുന്നു. അവർ ഒരുപാട് സപ്പോർട്ടീവാണ്. ഒരുപാട് കാര്യങ്ങൾ അവരൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു. ഷീസ് ലൈക്ക് മൈ സിസ്റ്റർ. അത്രയും പോലും ഒരു മൂത്ത സിസ്റ്ററിനെ പോലെയൊക്കെ തന്നെ നമ്മളോട് പെരുമാറി. എന്നിട്ട് പോലും ഒന്നും ആയില്ല. പിന്നെ ഞാൻ വേറെ കുറേ ബാങ്കുകളും നോക്കി, ഒന്നും ആയില്ല. എൻ്റെ ഫെഡറൽ ബാങ്കിൽ പോയി. ഫെഡറൽ ബാങ്കിൽ പോലും ഞാൻ ഇവരുന്ന്, അതായത് ഈ PMGP നമ്മൾ പ്രോജക്റ്റ് ബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവർ സ്കോർ ഇട്ട് ഇവർ ഓൺലൈൻ ത്രൂ സ്കോർ അയക്കും. സ്കോർ വെച്ചിട്ട് ഇവർ ഡയറക്റ്റ് ബാങ്കിലൂടെ സാധനം അയക്കുമ്പോൾ പോലും എൻ്റെ ഫെഡറൽ ബാങ്കിലും എനിക്കൊരു മാം ഉണ്ടായിരുന്നു. അവരും കുറേയൊക്കെ സഹായിക്കാൻ നോക്കി. അവിടെ വരുമ്പോൾ ഇവരുടെയൊക്കെ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ ഈ സോ കോൾഡ് സിബിൽ വാട്ട് ഈസ് സിബിൽ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസാണ്. അതിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ ഓൾറെഡി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് സിബിൽ എന്ന് പറയുന്നത് ആണ് നമ്മളുടെ ഭാവി നിശ്ചയിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഏകകം. ദാറ്റ്സ് ഒരു വാല്യുബിൾ പോയിൻ്റായിട്ട് ഇന്ത്യൻസിൻ്റെ ഒരു വാല്യുബിൾ പോയിൻ്റായിട്ട് മാറുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. ഒരുപാട് പേര് ഇത്രയൊക്കെ ഈ സിബിലിൻ്റെ പേരിൽ അനുഭവിച്ചിട്ടും നാട്ടിൽ തൊഴിലില്ലായ്മ വന്നിട്ടും പിള്ളേർ ന്യൂജൻ പുറത്തോട്ട് പോയിട്ടൊന്നും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ സമൂഹത്തിനോടും ഈ കോർപ്പറേറ്റിനോടും സിസ്റ്റത്തിനോടൊക്കെ എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയൊക്കെ ഇവിടെ ഒരുപാട് പേര് പുറത്ത് പോയി പഠിക്കുകയും പുറത്തുനിന്നുള്ള വരുമാനമൊക്കെ ഇവിടെ അയച്ചിട്ടാണ് നിങ്ങൾ അവിടെ നിന്നിട്ട് ഈ സാലറിയൊക്കെ മേടിക്കുക. നാളെ ഇവിടെ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ മനുഷ്യന്മാരില്ലാത്തൊരു അവസ്ഥ കേരളത്തിൽ രൂപപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഈ ബാങ്കോ കൂട്ടപ്പിരിച്ചുവിടലായിരിക്കും നിങ്ങൾ നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് മാക്സിമം ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, സിബിൽ ഈസ് ഓൾറെഡി ദെയർ, ഐ നോ ദാറ്റ് ഓൾ റീസൺസ്, ഐ ഷുഡ് അക്സെപ്റ്റ് ദാറ്റ് ഓൾ തിങ്സ്. പക്ഷേ ഒരു മാനുഷികമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക. കാരണം എനിക്ക് ട്രാൻസാക്ഷൻ കൊടുക്കണമെന്ന് കഴിഞ്ഞ ഒരു വർഷത്തെ ട്രാൻസാക്ഷൻ കൊടുത്തപ്പോൾ തന്നെ അവർക്ക് എനിക്ക് ലോൺ തരുന്നതിനേക്കാൾ 5 to 6 times മോറായിരുന്നു എൻ്റെ ട്രാൻസാക്ഷൻ. അപ്പോൾ അവർ ചോദിച്ചു പിന്നെ എന്തിനാണ് ഈ എമൗണ്ട്? കാരണം എപ്പോഴും ഒരാൾക്ക് ഒരുപോലെ സാമ്പത്തിക ശേഷിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. പൈസയുടെ ആവശ്യങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ലോണിൽ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒബിയസ്ലി ഒരു വണ്ടി നേരത്തെ എടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നേരിടേണ്ടി വന്നത്. വണ്ടി സമയത്തിന് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അത്രയും പൈസ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ വിചാരിച്ചതിനേക്കാൾ 9.25 lakhs ഞാൻ ചിന്തിച്ച കേസിൽ ചെന്ന് നിന്നത് അതിനും ഒരുപാട് ഉയരങ്ങളിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. ഫെഡറൽ ബാങ്കിൽ പോലും പോയിട്ട് നമുക്ക് ലോൺ കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ഫെഡറൽ ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നു. ഫെഡറൽ ബാങ്കിൽ ലോൺ കിട്ടുമെന്നൊക്കെ ഒരു ചിന്ത വരുന്നു. വീണ്ടും ആഗ്രഹിക്കുന്നു. ഇതെല്ലാം നടത്തിയിട്ടും അവസാനം ലോൺ ഒന്നും ആവുന്നില്ല. ലോൺ അവിടെ ഒരു മേഡം എന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. ഒരു തരത്തിലും നടക്കില്ല. വേറെ പല ബാങ്കുകളും എനിക്കൊരു പ്രതീക്ഷ നടക്കില്ലെന്ന്. അതിൻ്റെ പാരലായിട്ട് തന്നെ ഞാൻ വേറെ രീതിയിൽ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു, തുടങ്ങിയ തന്നെ പറ്റും. കാരണം എൻ്റെ ഉപജീവനം എൻ്റെ ആവശ്യമാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് നിങ്ങളുടെ ഉപജീവനവും നിങ്ങൾ അന്നം കട്ടുന്നതും നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. ആരുടെ മുമ്പിലും അടിയറ വയ്ക്കാനുള്ളതല്ല നമ്മുടെ അഭിമാനവും നമ്മളുടെ ആ ഒരു ജീവിതത്തിൻ്റെ രീതി. അങ്ങനെ ആരുടെ മുമ്പിൽ അടിയറ വയ്ക്കാനുള്ള നമ്മളുടെ
പ്രധാനമായിട്ട് നമ്മളുടെ തീരുമാനങ്ങളാണ് നമ്മളുടെ വിജയങ്ങൾ. നിങ്ങൾ ജനിച്ചത് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾ ജനിച്ചത് ആരെങ്കിലും അല്ലെങ്കിൽ തല താഴ്ത്തി വയ്ക്കാൻ, അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ പാത വഴിവെട്ടി മുന്നോട്ട് തന്നെ പോകണം എന്നാണ് എനിക്ക് പറയാൻ. വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വന്ന് നിന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങളല്ല. എൻ്റെ ജീവിതത്തിലുണ്ടായ എൻ്റെ നേട്ടങ്ങൾ പലതും എൻ്റെ തീരുമാനങ്ങളായിരുന്നു, എൻ്റെ വിൽ പവറായിരുന്നു എന്ന് എനിക്ക് നിങ്ങളോട് പറയേണ്ടു. അങ്ങനെ നീണ്ടു നിന്ന ഈ യുദ്ധം അവസാനിക്കുകയാണ്. ഏകദേശം ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഈ യുദ്ധം അവസാനിച്ചു. ലോൺ കിട്ടില്ല എന്ന് ഉറപ്പായി. ഞാൻ എൻ്റേതായ മാർഗ്ഗത്തിലിരുന്നു. ആ ലോൺ കിട്ടിയ ഒരു കാര്യം ക്ലെയിം ചെയ്ത് വരുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് ഞാൻ പിന്നീട് എവിടുന്ന് ലോൺ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും എന്താ പറയുക, ജീവൻ്റെ പാതി എന്ന് പറയുന്നത് നമ്മുടെ വൈഫാണ്. ആൾ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തു. ഒന്നും ചോദിക്കാതെ ഒരു ചെറിയൊരു സൈൻ്റെ പുറത്ത് തന്നെ നമുക്ക് ലോൺ കിട്ടിയെന്ന് വെച്ചാൽ മുദ്ര ലോണോ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ പേഴ്സണൽ ലോണിട്ട് പോയി ആവശ്യമുള്ള ഫണ്ട് റൈസ് ചെയ്തു, കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി. നമ്മൾ ഫാബ്സോൺ വീൽസ് മെറ്റലിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്ന സ്വന്തം സംരംഭം എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിചാരിച്ചാൽ, നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സംരംഭം തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ ആലോചിക്കണം, അതിന് പോകേണ്ട വഴി ഏതാണ്, എവിടെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇത്രയും ലെങ്ത്തിൽ ഇങ്ങനെ സംസാരിച്ച് ഇവിടം വരെ എത്തി. ഇതാണ് എൻ്റെ യാത്ര. ഫാബ്സോൺ വീൽസ് മെറ്റൽ വില്ലേജിൽ ഞാൻ എത്തിയ യാത്രയാണ്. അതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഇനോഗ്രേഷനും ബാക്കിയുള്ള. ഇപ്പോൾ ഒരു ഇനോഗ്രേഷൻ മാത്രമായിട്ട് ഈ വീഡിയോ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തെന്ന് വെച്ചാൽ അതുകൊണ്ട് തീരുന്നതല്ല. നിങ്ങൾ ആരെങ്കിലും, ഇത് എൻ്റെ അനുഭവമാണ്, എൻ്റെ രാഹുലിൻ്റെ അനുഭവമാണ്, അല്ലെങ്കിൽ ഫാബിയുടെ അനുഭവമാണ്. ഈ ഒരു അനുഭവം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഗുണമാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇനിയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ സിസ്റ്റം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ പുതിയ ജനതയെ നിങ്ങൾ സഹായിക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ആ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പ്രാപ്തിയുള്ള ഒരു ജനത തന്നെയാണ് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നതെന്നും നമ്മുടെ ടെക്നിക്കലിൻ്റെ കാര്യത്തിലായാലും ബാക്കി എല്ലാ കാര്യത്തിലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ജനസമൂഹം തന്നെയാണ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് വളരെ വികാരഭരിതമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി. എന്നാൽ തന്നെയും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഇനോഗ്രേഷൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണാം. ഫാബ്സോൺ വീൽസ് മെറ്റൽ വില്ലേജ് കാണാം. ഈ ഒരു വിജയത്തിലേക്ക് എന്നെ എത്തിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ ഒരു നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.